നാം ഇപ്പോൾ ബോംഡിലയിൽ നിന്ന് യാത്ര പുറപ്പെട്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രി 8:30 മണിക്ക് എത്തേണ്ട ബസ്സാണ്. പക്ഷേ ഈ യാത്ര ചെയ്ത ബസ് ബോംഡിലയിൽ എത്തിയത് ഏതാണ്ട് 2 മണിയോട് കൂടിയാണ്. കൊടും മരം കൊച്ചി വിറയ്ക്കുന്ന തണുപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ആ തണുപ്പത്താണ് ബസ് ബോംഡിലയിൽ എത്തിയത്. അവിടെ അവിടെ താമസ ചിലവൊക്കെ വളരെ ചുരുക്കമാണ്. 1200 രൂപക്ക് നല്ല റൂം അവൈലബിൾ ആയിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഭക്ഷണം രാവിലെ കുളിച്ച് ഫ്രഷായി രാവിലെ 6 മണിക്ക് തന്നെ 6:00 ബസ്സിൽ ഈ സുമോയിൽ ഒരു ടാറ്റ സുമോയാണ് ഇതിൽ യാത്ര പുറപ്പെട്ടത്. അപ്പോൾ ഇവിടെ നേരം സൂര്യോദയം നേരത്തെ ആയതുകൊണ്ട് നല്ല വെളിച്ചമാണ്. 6:30 മണിക്ക് നല്ല വെളിച്ചമാണ്. ഒരു 5 മണിക്ക് തന്നെ നല്ല വെളിച്ചം എല്ലാ സ്ഥലത്തും എത്തുന്നുണ്ട്. ഏതായാലും യാത്ര തുടരുകയാണ്. ഇന്ന് ഫസ്റ്റ് പോയിൻ്റ് നമുക്ക് ധിരാങ് വാലി വഴിക്ക് നേരെ സെലാ പാസിലാണ് ഇന്ന് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യസ്ഥാനം. നമ്മൾ തവാങ് വരെ പോകും, പക്ഷേ നമ്മുടെ ഈ എപ്പിസോഡ് സെലാ പാസ് വരെയാണ്. അപ്പോൾ നമുക്ക് കാണാം ഈ വളഞ്ഞ തിരിഞ്ഞ നന്നായിട്ട് ഫോഗി ആയിട്ടുള്ള നല്ല മഞ്ഞ് പുതച്ച മലകളിലൂടെയാണ് നമ്മുടെ യാത്ര. അതിമനോഹരമായ കാഴ്ചകളാണ് രണ്ട് ഭാഗത്തും, എന്നാൽ ഭയപ്പെടുത്തുന്നതും. അപ്പോൾ ഇടതുവശത്തൊക്കെ നോക്കിയാൽ കാണാം നല്ല ഗർത്തങ്ങളാണ്, അപ്പുറം വലിയ പർവ്വതങ്ങൾ, അതേപോലെ വീടുകളൊക്കെ തണുപ്പിനെ പ്രതിരോധിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള മനോഹരമായ വീടുകൾ ആണ് താഴെ നിന്ന് കെട്ടിപ്പൊക്കിയിട്ട് സ്ഥാപിച്ചിരിക്കുന്നത്. ധാരാളം കർഷകരെയൊക്കെ തന്നെ നമുക്ക് അതേപോലെ യാക്ക് ഇതിനൊക്കെ നമുക്ക് വഴിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ വീടുകളൊക്കെ തന്നെ തണുപ്പിനെയാണ് അവർ പ്രധാനമായിട്ട് നല്ല തണുപ്പാണ്. നല്ല കോട്ട് നല്ല സ്വെറ്റർ ഉപയോഗിച്ചുകൊണ്ട് യാത്ര ചെയ്താൽ മാത്രമേ, പ്രത്യേകിച്ച് ഇവിടെ മാർച്ച് മുതൽ ഒക്ടോബർ വരെയാണ് നല്ല കാലാവസ്ഥ പൊതുവേ നമുക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത്. നല്ല തണുപ്പ് കാലത്ത് ഡിസംബറിലൊക്കെ വല്ലാത്ത പ്രയാസമായിരിക്കും നമുക്കൊക്കെ. ഏതായാലും നമ്മളിങ്ങനെ യാത്ര തുടരുകയാണ്. ഇപ്പോൾ നമ്മളിങ്ങനെ ധിരാങ് വാലിയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ധിരാങ് വാലിയിലെ ഈ നദിയുടെ സമീപത്തെത്തി. ഇത് ധിരാങ് വാലി ബോംഡില ഏതാണ്ട് 8000 അടി സമുദ്രനിരപ്പിനേക്കാൾ ഉയരത്തിലാണ്. എന്നാൽ ഈ ധിരാങ് ഒരു 5000 അടി ഉയരത്തിലായിരിക്കും. കുറച്ച് താഴെയൊക്കെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. വെൽക്കം ടു ധിരാങ് എന്ന ബോർഡ് ഇവിടെ നമ്മളെ വാലിയിലേക്ക് എത്തി. നമ്മൾ ഈ വാലിയിലൂടെ കണ്ടിട്ട് ഇവിടെയൊക്കെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആളുകൾ ഈ പുഴയുടെ 2 തീരത്തുമാണ്. കണ്ടോ, ഈ പുഴയുടെ നമ്മൾ നോക്കിയാൽ കാണും, ഈ വാലിയിലൂടെ മുന്നോട്ട് നോക്കിയാൽ അതിൻ്റെ നേരെ കരയിലാണ് എല്ലാവരും വീടും കെട്ടിടങ്ങളും. വീടുകളൊക്കെ കണ്ടോ. അപ്പോൾ ഇവർ ഇങ്ങനെ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സമയത്ത് അതുകൊണ്ട് തന്നെയാണ് 100 കണക്കിന് വീടുകൾ ഒലിച്ചു പോകുന്നത്. യാതൊരു സുരക്ഷിതത്വം അക്കാര്യത്തിൽ ഇവർ ശ്രദ്ധിക്കുന്നില്ല. അപ്പോൾ നമ്മളിങ്ങനെ യാത്ര തുടർന്ന് ഓരോ പട്ടണങ്ങളെന്ന് പറയാൻ പറ്റില്ല, ഗ്രാമങ്ങൾ, പിന്നെ സൈന്യത്തിൻ്റെ സാന്നിധ്യമാണ്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ ഇങ്ങനെ ചെറിയ ഗ്രാമങ്ങളാണ് കാണാൻ സാധിക്കുക. അപ്പോൾ നമ്മൾ അതിൻ്റെ കരയിലൂടെ തീരത്തുകൂടെ ഇങ്ങനെ യാത്ര ചെയ്യാണ്. നല്ല ആഴമുള്ള ഗർത്തമാണ് ഒരു ഭാഗത്ത്, അങ്ങോട്ട് നോക്കാൻ തന്നെ പേടിയാണ്. അപ്പോൾ നമ്മളിതൊരു ചെറിയ പ്രദേശത്ത് ഒരു കച്ചവട സ്ഥാപനം, നമുക്ക് ചായ കുടിക്കണം, പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെയൊക്കെ ഈ കച്ചവട സ്ഥാപനങ്ങൾ നോക്കിയാൽ അറിയാം, ഇതിലൊക്കെ പ്രധാനമായിട്ടും കച്ചവടം ചെയ്ത സ്ത്രീകളാണ്. പുരുഷന്മാർ മറ്റ് ജോലിക്കൊക്കെയാണ് പോകുന്നത്. നല്ല ഫ്രഷായിട്ടുള്ള നമുക്ക് ഫ്രൂട്ട്സ് ഇവിടെ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ വിവിധ രാജ്യങ്ങളിൽ ഇവിടെയൊക്കെ തന്നെ ട്രൈബൽസ് ആയിട്ടുള്ള ആളുകളൊക്കെ തന്നെ ആണ് ഉള്ളത്. കാരണം നമുക്കറിയാം ഇവിടെ വരണേ തന്നെ ഇന്നർ ലൈൻ പെർമിറ്റ് എടുക്കണം. അത് ഞാൻ പിന്നീട് പറയാം. ഇവിടെ ചായ കുടിക്കാൻ കയറിയതാണ്. ഇവിടെ ഈ ഹോട്ടലിൽ നല്ല ഒരു വൃത്തിയുള്ള നല്ല രൂപത്തിൽ രുചികരമായ ഭക്ഷണമാണ് ഇവർ നമുക്ക് തരുന്നത്. ഇവിടെ പല നാടുകളിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ഇവിടെ നിർത്തിയിട്ടാണ് ഇവിടെയും കണ്ടോ, സ്ത്രീകളാണ് എല്ലാം ചെയ്യുന്നത്. ഞങ്ങളും ഇതവിടെ ചായക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ ഞങ്ങൾ ചായ കിട്ടിയാൽ അത് കുടിച്ച് വേഗം പോകണമെന്നുള്ള നിൽക്കാത്തതാണ്. കടയിൽ കയറി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയതാണ്. റൊട്ടി എല്ലാം ഉണ്ട് ഇവിടെ, പക്ഷേ സബ്ജി റൊട്ടി നല്ല ഓരോ ഐറ്റവും വെജിറ്റബിൾ. ആപ്പിളും ഉണ്ട്, ഇവിടുത്തെ പ്രൊഡക്ഷൻ ആപ്പിളും ഉണ്ട്. कितना रुपया? ये 200 का, ये 100 का. ये कितना? 200. ये 100. लोकल है? नहीं मीठा है? एकदम मीठा. एप्पल कितना है? 250. ये मीठा गारंटी है. ഇവിടുത്തെ ലോക്കൽ ഓറഞ്ച് ആണെന്നാണ് പറയുന്നത്. ഒരു പാക്കറ്റ് 100 രൂപ. അത് കഴിച്ചു നോക്കിയാലും ഇത് മനസ്സിലാവും. നോക്കട്ടെ, ഈ അരുണാചലിലെ തവാങ്ങിലേക്ക് പോകുന്ന വഴിക്ക് ഈ കുന്നുംപുറത്തുണ്ടായ ഓറഞ്ചാണ്. നല്ല മധുരമുള്ള, നല്ല മധുരം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇത്ര മധുരമുള്ള ആപ്പിൾ കിട്ടില്ല. അത്രയും നമ്മളൊരു യാത്രയിൽ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഏത് ഭക്ഷണത്തെ ഇഷ്ടപ്പെടുകയും അത് നമ്മൾ ആസ്വദിക്കുകയും വേണം.
അപ്പോൾ നമ്മളെല്ലാ ഭക്ഷണത്തോടും ഒരു വെറുപ്പ് കാണിച്ചത് അതിനോടൊരു വെറുപ്പ് കാണിച്ചാൽ ഒരിക്കലും യാത്ര വിജയിക്കാം. നമുക്ക് നന്നായി ഭക്ഷണം കഴിക്കണം, നന്നായിട്ട് ഉറങ്ങണം, അതിന് നമുക്ക് തയ്യാറുണ്ടെങ്കിൽ മാത്രമേ യാത്ര വിജയിക്കുള്ളൂ. അങ്ങനെയാണ് വളരെ ചുരുങ്ങിയ ചിലവിൽ നമുക്ക് എല്ലാ യാത്രയും പൂർത്തീകരിക്കാം. അപ്പോൾ നമ്മൾ കാശ് ചിലവാക്കുമ്പോൾ യാത്ര കാണാനായിരിക്കണം, കാഴ്ചകൾ കാണാനായിരിക്കണം. അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് നല്ല മീഡിയം ഹോട്ടലുകൾ തിരഞ്ഞെടുത്ത് രുചികരമായ ഈ സ്ത്രീകളൊക്കെ ഉണ്ടാക്കുന്ന തനി നാടൻ ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ. നമസ്കാരം, ഞാനിപ്പോഴുള്ളത് ഗുവാഹട്ടിയിൽ നിന്ന് തേസ്പൂർ വഴിക്ക് ബോംഡില തിരങ് വാലി വഴി തവാങ്ങിലേക്ക്, ചൈനീസ് അതിർത്തി തവാങ്ങിലേക്ക് പോകാനുള്ള യാത്രയിലാണ്. അപ്പോഴാണ് ഈ ജല പാസിൽ ഇവിടെ ഇറങ്ങിയത്. ഇത് ഇന്ത്യ ചൈന യുദ്ധത്തിന് അന്ന് നമുക്ക് സൈന്യത്തിന് വേണ്ടി, ഇന്ത്യൻ സൈന്യത്തിന് വേണ്ടി ധീരമായി യുദ്ധം ചെയ്ത പട്ടാളക്കാരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയുള്ള സ്മാരകമാണ് ജല പാസ്. നേരത്തെ ചൈനീസ് പട്ടാളം താഴെ ബോംഡില വരെ നമ്മുടെ ചൈനയെ അമിതമായി വിശ്വസിച്ച് ഇൻഡോ ചൈനയും ബായി ബായി എന്നുള്ള മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ വഞ്ചിച്ചുകൊണ്ട് അപ്രതീക്ഷിതമായി യുദ്ധം ചെയ്തുകൊണ്ട് താഴെ വരെ എത്തിയിരുന്നു. ധാരണയിലും ആ യുദ്ധത്തിൻ്റെ അവസാനം പരസ്പരമുള്ള ചർച്ചയുടെയും കരാറുകളുടെ അടിസ്ഥാനത്തിൽ ചൈനീസ് പട്ടാളം പിന്മാറി ഇപ്പോൾ തവാങ്ങിനപ്പുറത്തേക്ക് ചൈനീസ് ബോർഡർ മാറിയിരിക്കുകയാണ്. ഇപ്പോഴും നമ്മുടെ അതിർത്തി എപ്പോഴും അസ്ഥിരമാക്കുന്നത് ചൈനയാണ്. ഏതായാലും നമ്മുടെ രാജ്യത്തിന് വേണ്ടി ചൈനയുമായി യുദ്ധം ചെയ്ത് ധീര രക്തസാക്ഷിത്വം വഹിച്ച പട്ടാളക്കാരുടെ സ്മരണയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ NH-13, നേരത്തെ NH-29 ആയിരുന്നു, 229 ഇപ്പോൾ ഇത് NH-13 ഈ മഹത്തായ സ്മാരകം ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. നമ്മുടെ ധീരരായ പട്ടാളക്കാർക്ക് എല്ലാ അഭിവാദ്യങ്ങളും ഞാൻ അറിയിക്കുകയാണ്. ജയ് ഭാരത്, ജയ് ഇന്ത്യൻ ആർമി. അപ്പോൾ നമ്മൾ യാത്ര പുറപ്പെടുകയാണ്. നമുക്കറിയാം 1962 ഇൻഡോ ചൈനീസ് യുദ്ധത്തിൽ ചൈന ഏതാണ്ട് ബോംഡില വരെ ചൈന പിടിച്ചെടുത്താണ്. പിന്നീടാണ് ഐക്യരാഷ്ട്രസഭ ഇടപെട്ടുകൊണ്ട് നമുക്ക് നഷ്ടപ്പെട്ട പ്രദേശങ്ങളൊക്കെ തിരിച്ചു കിട്ടിയത്. ഇവിടെ ഈ ജലാപാസിന് മറ്റൊരു കഥ കൂടിയുണ്ട്. നമ്മുടെ സൈന്യം ഏതാണ്ട് പരാജിതരായി പിന്മാറുന്ന സമയത്ത് ജസ്വന്ത് സിംഗ് റാവത്ത് എന്ന് പറയുന്ന ഒരു ധീരനായ സൈനികൻ, ആർമി ഓഫീസർ, അദ്ദേഹം ഒറ്റയ്ക്ക് നടത്തിയ പോരാട്ടത്തിൻ്റെ വലിയ ഒരു കഥയുണ്ട്. അദ്ദേഹം 2 പ്രദേശത്തെ മോൺപ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ട്രൈബൽ പെൺകുട്ടികൾ, അതായത് സെല നൂറ എന്നീ 2 പെൺകുട്ടികളുടെ സഹായത്തോടു കൂടി അതിശക്തമായ പോരാട്ടം നടത്തുകയും ചൈനീസ് പട്ടാളത്തെ ഏതാണ്ട് 72 മണിക്കൂർ അദ്ദേഹം ഒറ്റയ്ക്ക് പൊരുതി പ്രതിരോധിച്ചു എന്നാണ് ചരിത്രം. ഇതേക്കുറിച്ച് മറ്റൊരു നാടോടിയിൽ നിന്ന് ഒരാൾ മാത്രമേ പ്രതിരോധിക്കുന്നുള്ളൂ എന്ന് ചൈനീസ് പട്ടാളം പിന്നീടാണ് അറിയുന്നത്. കാരണം അത്രമാത്രം ശക്തമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതിരോധം. അങ്ങനെ ചൈനീസ് പട്ടാളം വന്ന് അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയും അതേപോലെ തന്നെ ജല എന്ന് പറയുന്ന പെൺകുട്ടിയെയും കൊന്നു, നൂറയെ അവർ പിടിച്ചുകൊണ്ടുപോവുകയും ചെയ്തു. അപ്പോൾ ആ ജലയുടെ ഓർമ്മക്കാണ് ഇപ്പോൾ ജസ്വന്ത് സിംഗ് റാവത്തിൻ്റെ സ്മാരകം വരാൻ പോകുന്ന നാളെ അടുത്ത എപ്പിസോഡിൽ കാണിക്കും. ഇതിൽ നമുക്ക് ജലയുടെ ഓർമ്മക്കാണ് ഇവിടെ ഈ പാസ്. സമീപത്തുള്ള ഒരു ഫാൾ ഉണ്ട്, നൂറ നങ് ഫാൾ. അത് നൂറ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ ഓർമ്മക്കാണ്. അങ്ങനെ വലിയൊരു ചരിത്രം കൂടെ ഈ പ്രദേശത്തിനുണ്ട്. നമുക്കിനി ജലയിലെ ടൂറിസ്റ്റ് കേന്ദ്രത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. നമുക്ക് അതുകൂടെ കണ്ട് നമുക്ക് ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കും. അടുത്ത എപ്പിസോഡിൽ നമുക്ക് മറ്റ് കാര്യങ്ങൾ കൂടുതൽ വിശദീകരിക്കാൻ സാധിക്കും. നമ്മൾ തണുപ്പ് കൂടി വരികയാണ്. ജല ടോപ്പിലേക്കാണ് നമ്മൾ എത്തുന്നത്. വണ്ടി കുത്തനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തണുപ്പ് കുറച്ചുകൂടെ നല്ല ഫോഗി ആയിട്ടുള്ള കാലാവസ്ഥയാണ്. തുളച്ച് കയറുന്നുണ്ട്, ശരീരത്തിലെ തുളച്ച് കയറുന്ന തണുപ്പാണ്. അത് കണ്ടാൽ തന്നെ അറിയാം. നല്ല മഞ്ഞ് മൂടി മുന്നോട്ടുള്ള കാഴ്ച ദൃഷ്ടി തന്നെ തടസ്സപ്പെടുത്തുന്ന രൂപത്തിലുള്ള തണുപ്പാണ്. ഏതായാലും നല്ല പരിചിതനായ ഒരു ഡ്രൈവറാണ്. അപ്പോൾ നന്നായിട്ട് ഡ്രൈവിങ്ങിലൊക്കെ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട്. പ്രാദേശികമായിട്ടുള്ള പ്രദേശത്തുള്ള ആളാണ്. നമ്മളിതാ ജല ടോപ്പിലേക്ക് എത്തുകയാണ്. വലിയ ചരിത്രം. ഈ പ്രദേശമൊക്കെ തന്നെ നമ്മുടെ സൈനികർ പ്രതിരോധിച്ചതാണ്. എത്രയോ ഇന്ത്യൻ സൈനികർ ജീവൻ കൊടുത്ത് സംരക്ഷിച്ച ഒരു പ്രദേശമാണ്. ചൈനയുടെ ചതി, പുറകിൽ നിന്നുള്ള അക്രമം, അതാണ് ഇവിടെ 1962 കണ്ടത്. UN ഇടപെട്ടുകൊണ്ടാണ് നമുക്ക് ഈ പ്രദേശങ്ങളൊക്കെ തന്നെ ചൈനയുടെ അതിക്രമത്തെ UN അപലപിക്കുകയും അങ്ങനെ നമുക്ക് ഈ പ്രദേശങ്ങൾ വീണ്ടും തിരിച്ചു കിട്ടി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ധീരരായ സൈനികർ ഒറ്റക്കും അതേപോലെ തന്നെ ജീവൻ ബലിയർപ്പിച്ചുകൊണ്ട് നടത്തിയ പോരാട്ടമായിരുന്നു ചൈനയെ ഒരു പരിധി വരെ, അല്ലെങ്കിൽ അരുണാചൽ പ്രദേശം മുഴുവൻ അവർ പിടിച്ചെടുക്കുമായിരുന്നു. അപ്പോൾ അവർക്കൊക്കെ തന്നെ നമുക്ക് എപ്പോഴും നമ്മുടെ രാജ്യത്തെ ഈ രൂപത്തിൽ ജീവൻ കൊടുത്ത് സംരക്ഷിക്കുന്ന സൈനികരാണ് നമ്മുടെ രാജ്യത്തിൻ്റെ ശക്തി. അതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിനെയാണ് എല്ലാവരും എതിർക്കുന്നത്. നമ്മുടെ സൈനികരെ, നമ്മുടെ ജവാന്മാരെ
രാജ്യം മുഴുവൻ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. അവർ ചെയ്യുന്ന പ്രവർത്തനം, ജീവൻ ബലിയർപ്പിച്ചുകൊണ്ട് നടത്തുന്ന പ്രവർത്തനങ്ങളെ ഒരു രാഷ്ട്രീയ പാർട്ടിയും രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്യരുത്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അത് സൈന്യത്തിൻ്റെ പ്രവർത്തനം സൈന്യത്തിന് വിട്ടുകൊടുക്കുക. എല്ലാ രാജ്യസ്നേഹികളും സൈനികരുടെ പ്രവർത്തനത്തെ ആദരിക്കണം, ബഹുമാനിക്കണം. അവർക്ക് വലിയ ആദരവ് കൊടുത്തുകൊണ്ട് ആ പ്രവർത്തനങ്ങളെ അംഗീകരിക്കുക എന്നുള്ളതാണ്. നല്ല തണുപ്പും ഐസ്, വേനലായി. ഇതൊക്കെ ഐസാണ്. ഐസ് ഇതാ, എല്ലാ സ്ഥലത്തും ഐസ് ഇങ്ങനെ ഉരുകി തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഏപ്രിൽ സനാണ്. സെലപ്പാസ് അതിമനോഹരമാണ്. നല്ല. ഏതായാലും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കൂടുതൽ കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, അത് മറക്കരുത്. ഈ ചാനലിൻ്റെ കൂടെ ഉണ്ടാവണം. ദി ഫേസ് ഇന്ത്യ എന്ന് പറയുന്ന ചാനൽ ഇത്തരം കൂടുതൽ പഠനാർഹമായ വീഡിയോ നിങ്ങൾക്ക് ഒരുക്കി തരും. സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാ വീഡിയോകളും കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ വീണ്ടും കാണാം. നമുക്ക് ഇപ്പോൾ സെലാപാസിനോട് വിട പറയുകയാണ്. അടുത്ത ദിവസം നമുക്ക് ജസ്വന്ത് സിംഗിൻ്റെ സ്മാരകം നമുക്ക് കാണണം. അതേപോലെ തവാങ്ങിലേക്ക് എത്തണം. അതിനുശേഷം നമുക്ക് ധാരാളം സ്ഥലങ്ങൾ, ചൈനീസ് ബോർഡർ പോകണം. അതേപോലെ തന്നെ നമ്മുടെ അവിടെയുള്ള ലേക്കുണ്ട്, മനോഹരമായിട്ട് ധാരാളം സ്ഥലങ്ങൾ കാണാനുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവണം. ഈ യാത്രയിൽ മറക്കരുത്. നന്ദി, നമസ്കാരം.